നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. എമ്പുരാൻ വിവാദങ്ങളിൽ മോഹൻലാലിന്റെ ഖേദപ്രകടനം. പ്രിയപ്പെട്ടവർക്ക് മനോവിഷമമുണ്ടായെങ്കിൽ ദുഃഖമെന്ന് മോഹൻലാൽ. സിനിമയിൽ തിരുത്തൽ വരുത്തുമെന്നും താരം. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച പൃഥ്വിരാജ്. ഖേദപ്രകടനം നടത്തിയിട്ടും മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ RSS. മോഹൻലാൽ തിരക്കഥ വായിച്ചില്ല എന്നത് വിശ്വസിക്കാനാവില്ലെന്ന് RSS മുഖപത്രം. പൃഥ്വിരാജ് ചിത്രങ്ങൾ തീവ്രവാദത്തെ വെള്ളപൂശുന്നുവെന്നും ഓർഗനൈസർ. എമ്പുരാൻ കാണാനില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. സിനിമയെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. സ്ഥാനാരോഹണത്തിന് സാക്ഷിയായി വിശ്വാസി സമൂഹം. ലഹരി വ്യാപനം നേരിടാൻ സർക്കാർ കർമ്മ പദ്ധതി തയ്യാറാക്കും. പാഠ്യപദ്ധതി പരിഷ്കരിക്കാനും ആലോചന. സാമൂഹ്യ ഇടപെടലും അനിവാര്യമെന്ന് മുഖ്യമന്ത്രി. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് സുരേഷ് ഗോപി. ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കത്ത് നൽകും. മേഘയുടെ വീട് സുരേഷ് ഗോപി സന്ദർശിച്ചു. മേഘയുടെ സുഹൃത്ത് സുഗാന്തും കുടുംബവും ഒളിവിൽ. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നരേന്ദ്രമോദി RSS ആസ്ഥാനത്ത്. മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ചയും ഒന്നിച്ച് പൊതുയോഗവും. ഇന്ത്യയെ ആധുനികവൽക്കരിച്ചതിൽ RSSന് വലിയ പങ്കെന്ന് പ്രധാനമന്ത്രി. IPL ഹൈദരാബാദിനെതിരെ ഡൽഹിക്ക് 164 റൺസ് വിജയലക്ഷ്യം. ചെന്നൈ രാജസ്ഥാൻ മത്സരം രാത്രി 7:30. എമ്പുരാൻ സിനിമ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ. തന്നെ സ്നേഹിക്കുന്നവർക്കുണ്ടായ മനോവിഷമത്തിൽ ദുഃഖമുണ്ടെന്നും സിനിമയിൽ തിരുത്തൽ വരുത്തുമെന്നും മോഹൻലാൽ പറഞ്ഞു. മോഹൻലാലിന്റെ പോസ്റ്റ് സംവിധായകൻ പൃഥ്വിരാജും ഷെയർ ചെയ്തു. എമ്പുരാൻ സിനിമയുടെ ഉള്ളടക്കം വൻ രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിലാണ് മോഹൻലാലിന്റെ വിശദീകരണം. സ്നേഹിക്കുന്നവർക്കുണ്ടായ മനോവിഷമത്തിൽ ഖേദിക്കുന്നു. ആർക്കുമെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാവരുത് സിനിമ എന്നത് തന്റെ ഉത്തരവാദിത്തമാണ്. സിനിമയിൽ മാറ്റങ്ങൾ വരുത്തും. ഇത് എമ്പുരാൻ ടീമിന്റെ തീരുമാനമാണ്. 2 ദിവസത്തിനുള്ളിൽ റീസെൻസർ കോപ്പി തിയേറ്ററിലെത്താനിരിക്കെയാണ് മോഹൻലാലിന്റെ വിശദീകരണം. വിവാദമുണ്ടായതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് അണിയറ പ്രവർത്തകരിൽ ആരെങ്കിലും വിശദീകരണം നൽകുന്നത്. മോഹൻലാലിന്റെ പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തു. എമ്പുരാൻ വിവാദങ്ങളിൽ ഏറ്റവും അധികം പഴി കേൾക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജാണ്. എന്നാൽ മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തതിനപ്പുറം ഇക്കാര്യത്തിൽ പൃഥ്വിരാജ് വിശദീകരണം നൽകുന്നില്ല. മോഹൻലാലിന്റെ ഖേദപ്രകടനത്തോട് സംഘപരിവാർ കേന്ദ്രങ്ങൾ പൊതുവിൽ അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നത്. എന്നാൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് മോഹൻലാൽ വഴങ്ങിയെന്ന വിമർശനം മറുകേന്ദ്രങ്ങളും ഉന്നയിക്കുന്നു. സിനിമയ്ക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം നടത്തി വൻ നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് മോഹൻലാലിന്റെ ഖേദപ്രകടനം. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കി വ്യാഴാഴ്ചയോടെ പുതിയ കോപ്പി തിയേറ്ററുകളിലെത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മോഹൻലാലിനെതിരെ RSS. തിരക്കഥ വായിച്ചില്ലെന്നത് വിശ്വസിക്കാനാവില്ല. സ്ക്രിപ്റ്റ് അറിയാതെ മോഹൻലാലിനെ പോലെ ഒരു നടൻ സിനിമയിൽ അഭിനയിക്കുമോ എന്നും ഓർഗനൈസറിലെ ലേഖനം ചോദിക്കുന്നു. ഗോകുലം ഗോപാലൻ തിരക്കഥ കേൾക്കാതെ പണം മുടക്കുമോ എന്നും ഓർഗനൈസർ ചോദിക്കുന്നു. 2 മണിക്കൂറിനിടെ 2 ലേഖനങ്ങളാണ് ഓർഗനൈസറിൽ എമ്പുരാനെതിരെ വന്നത്. TG സൈത്ത് വിവരങ്ങളുമായി ശരിയാണ്. സൈത്ത്, ഈ ഖേദപ്രകടനം നടത്തുന്നതിന് മുൻപാണ് എന്ന് വേണം. 1 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഈ 2 ലേഖനങ്ങളും. അതിന് ഖേദപ്രകടനത്തിന് ശേഷമാണ് ഈ ലേഖനങ്ങൾ വരുന്നത്. സ്വാഭാവികമായും അത് സംഭവിച്ചിരിക്കുന്നു. ഖേദപ്രകടനത്തിലും RSS തൃപ്തരല്ല എന്നും കൂടുതൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പൃഥ്വിരാജിനെതിരെയാണ് എന്നതുമാണ് ഇതിന്റെ പ്രാധാന്യം. അതെ, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തായാലും ഓർഗനൈസറിലെ 2 ലേഖനങ്ങളാണ്. നമുക്കറിയാം, ഈ എമ്പുരാൻ വിവാദം ഉണ്ടായതിനു ശേഷം ആദ്യം ഒരു ലേഖനത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചു. അതിനുശേഷം 2 ലേഖനങ്ങളിൽ രൂക്ഷമായ പരാമർശങ്ങളുണ്ട്. അതിൽ
ഈ രണ്ട് ലേഖനങ്ങളിലെ ഒരു ലേഖനത്തിൽ കൃത്യമായി തന്നെ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും മുരളി ഗോപിയെയും കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് മോഹൻലാൽ മാപ്പ് പറഞ്ഞതിന് ശേഷവും ഈ ലേഖനത്തിലൂടെ രൂക്ഷമായ വിമർശനമുണ്ട് എന്നതാണ് സാഹചര്യം. എന്തുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് പൂർണ്ണമായും വായിച്ചു നോക്കാതെ മോഹൻലാൽ അഭിനയിച്ചു? അതിന് അദ്ദേഹത്തിന് എന്ത് ന്യായമാണ് പറയാനുള്ളത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഒപ്പം ചിത്രത്തിന്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിനും ഈ അണിയറ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ലേ? അദ്ദേഹവും ഈ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നില്ലേ? ഒപ്പം മുരളി ഗോപി അദ്ദേഹത്തിന്റെ എഡിറ്റിൽ തിരക്കഥയിൽ അദ്ദേഹത്തിന്റെ പേരാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യത്തിൽ മുരളി ഗോപിക്കും ബാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. വിനോദത്തിന്റെ പേരിൽ എന്തും പറഞ്ഞു വെക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതരുത് എന്ന് ലേഖനത്തിന്റെ ഉള്ളടക്കത്തിൽ വിമർശിക്കുന്നുണ്ട്. അതായത് രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്കെതിരെയും രീതികൾക്കെതിരെയും ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവ്വ ശ്രമങ്ങളുണ്ട്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പറയുന്നത്. ഭിന്നിപ്പിന്റെ വിത്ത് വിതയ്ക്കുന്നതാണ് ഈ സിനിമ എന്ന് പറഞ്ഞു വെക്കുന്നു ഈ ലേഖനത്തിൽ. അതുകൊണ്ട് കൂട്ടായി നിന്ന് ഈ സിനിമയെ ചെറുക്കണം, ബോയ്ക്കോട്ട് എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന വാദം. അങ്ങനെ ഓർഗനൈസറിന്റെ ലേഖനത്തിൽ രൂക്ഷമായ വിമർശനമുണ്ട്. മറ്റൊരു ലേഖനത്തിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് പൃഥ്വിരാജിനെ തന്നെയാണ് എന്നത് ശ്രദ്ധേയമാണ്. കാരണം പൃഥ്വിരാജിന്റെ കഴിഞ്ഞകാല സിനിമകളും ഇടപെടലുകളും അടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനത്തിലെ വിമർശനം. അതിൽ ശ്രദ്ധേയമായ ഒരു പരാമർശം ഞാൻ വായിക്കാം. മസൂദ് സയ്യിദ് എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ സൃഷ്ടി തന്നെ, അത്തരമൊരു കഥാപാത്ര സൃഷ്ടി തന്നെ ബോധപൂർവമാണ് എന്ന് വാദമുന്നയിക്കുന്നു. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസൂറിനെയും ലഷ്കർ തോബയുടെ ഫഹീദ് സയ്യിദിനെയും ആ രണ്ട് പേരുകളിൽ നിന്നുമാണ് പുതിയൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. അതാണ് ഈ പൃഥ്വിരാജിന്റെ കഥാപാത്രം എന്നാണ് പരാമർശിക്കുന്നത്. പൃഥ്വിരാജിന്റെ ആദ്യ സിനിമയായ ലൂസിഫറിൽ തന്നെ ഇതിന്റെ സൂചനകൾ പങ്കുവെക്കുന്നുണ്ട്. രണ്ടാമത്തെ സിനിമയായ എമ്പുരാനിലേക്ക് വരുമ്പോൾ അത് വളരെ കൃത്യമായി രാജ്യത്തിന്റെ സംവിധാനങ്ങളെ പൂർണ്ണമായി ചോദ്യം ചെയ്യുന്ന, ഭിന്നിപ്പിന്റെ വിത്ത് വിതയ്ക്കുന്ന നീക്കങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം. രാജ്യത്ത് സിനിമയ്ക്കും സംവിധാനങ്ങൾക്കും എഴുത്തുകാർക്കുമെല്ലാം അവർക്ക് പറയാനുള്ള ഫ്രീഡമുണ്ട്. പക്ഷേ നമ്മുടെ ഭരണഘടനയെയും സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ സിനിമ മാറിപ്പോയിരിക്കുന്നു എന്നതാണ് ഇതിലുണ്ടാവുന്ന വിശദീകരണം. ബോധപൂർവമായിട്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കഥാപാത്രത്തെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ആദ്യ ചിത്രമായ ലൂസിഫറിൽ തന്നെ അതിൻ്റെ സൂചനകളുണ്ട്. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ മറ്റൊരു രാജ്യത്തെ നിയന്ത്രണത്തിലാവുന്ന കളിപ്പാകളാണ് എന്ന തരത്തിലേക്ക് ലൂസിഫറിൽ തന്നെ ചിത്രീകരണം ആരംഭിക്കുന്നു. അത് പിന്നീട് എമ്പുരാനിലേക്ക് എത്തുമ്പോൾ കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങളുമായി അത് മാറുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം കൂടി ഈ ലേഖനത്തിലുണ്ട്. എവിടെ നിന്നാണ് ലൂസിഫറിന് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് നിർമ്മിക്കാനുള്ള പണം എത്തിയത് എന്ന ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ സിനിമയുടെ ഫണ്ടിങ് എവിടെ നിന്നാണ് വന്നത്? ആരാണ് ഇതിന് പിന്നിലെ നിശബ്ദ ശക്തികൾ? ഒപ്പം തന്നെ നേരത്തെ ഒരു നിർമ്മാതാവ് പിന്മാറിയതിന്റെ കാരണം എന്താണ്? ഇക്കാര്യങ്ങളിൽ കൂടി വ്യക്തത ഉണ്ടാവണം എന്നതാണ് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം. ശരി, സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും RSS വിമർശനം അവസാനിപ്പിക്കുന്നില്ല. പൃഥ്വിരാജിനെ കടന്ന് വിമർശിക്കുന്നു. മോഹൻലാലിനെതിരെയും വിമർശനമുണ്ട്. ഗോകുലം ഗോപാലിന്റെ കാര്യവും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എമ്പുരാനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകൾ ഒന്നിനെ സിനിമയിൽ പരാമർശിച്ചതാണ് ആസൂത്രകരായ സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നത്. സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ്. ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. എമ്പുരാൻ സിനിമയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നു. ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് സംഘപരിവാറിന്റെ ശീലമെന്ന് VD സതീശൻ പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും കലാസൃഷ്ടിയുടെ ഉള്ളടക്കം തിരുത്തിക്കുന്നത് ഭീരുത്വമാണ്. എമ്പുരാനും അണിയറ പ്രവർത്തകർക്കും ഒപ്പമെന്നും VD സതീശൻ പറഞ്ഞു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്ന വെല്ലുവിളികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് EP ജയരാജൻ. ഒരു സിനിമയെ അതിൻ്റെ സത്ത തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും സെൻസറിങ്ങിന് വിധേയമാക്കുകയാണ് എന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭീരുത്വത്തിന് തെളിവാണ്. സിനിമയ്ക്കെതിരെ ഇപ്പോൾ സംഘപരിവാർ നടത്തുന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകൾ സിനിമാ വ്യവസായത്തെ കൂടി തകർക്കുന്നതാണെന്നും രാജ്യത്തെ ഫെഡറൽ മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് എതിരെ മുഴുവൻ സമൂഹവും അണിനിരക്കണമെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ബഹിഷ്കരണ ഭീഷണിയും റീസെൻസറിംഗ് ചർച്ചകളും കൊഴുക്കുമ്പോൾ ഓരോ മണിക്കൂറിലും എമ്പുരാൻ തിരക്കേറുകയാണ്. ടിക്കറ്റ് വിൽപ്പനയിൽ ദേശീയതലത്തിലും ട്രെൻഡിങ്ങിലാണ് എമ്പുരാൻ. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ ദേശീയ തലത്തിൽ ട്രെൻഡിങ്ങിലാണ് എമ്പുരാൻ.
കഴിഞ്ഞ ഏതാനും മണിക്കൂറിൽ 25,000-ത്തിലധികം ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ബുക്ക് ചെയ്യപ്പെടുന്നത്. ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാന്റെ രാജ്യവ്യാപക റിലീസായ ഹിന്ദി ചിത്രം സിക്കന്ദറിന് 20,000-ത്തിൽ താഴെ മാത്രമാണ് ബുക്കിംഗ് ഉള്ളത്. തമിഴ് താരം വിക്രമിന്റെ വീരധീരശൂരന്റെ അവസ്ഥയും ഭിന്നമല്ല. സംസ്ഥാനത്തെ മിക്ക നഗരങ്ങളിലും 10-ലധികം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. വിവിധ സ്ക്രീനുകളിലായി 20-ലധികം പ്രദർശനങ്ങളും നടക്കുന്നു. ഏതാണ്ട് എല്ലാ ഷോകളും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കുന്നത്. മിക്ക തിയേറ്ററുകളിലും നാളെയും മറ്റന്നാളും എല്ലാം മുൻനിരയിലെ ഏതാനും സീറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പെരുന്നാൾ എത്തുന്നതോടെ മലബാർ മേഖലയിലെ തിയേറ്ററുകളിൽ നിലവിലെ അവസ്ഥയിൽ എമ്പുരാൻ ടിക്കറ്റ് കിട്ടാക്കനിയാകും. ചിത്രത്തിനെതിരായ സംഘപരിവാർ സംഘടനകളുടെ ആക്രമണത്തോടെ എമ്പുരാനിലെ 17 ഭാഗങ്ങൾ ഒഴിവാക്കി വില്ലന്റെ പേരും മാറ്റി റീസെൻസർ ചെയ്യാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചിരുന്നു. വ്യാഴാഴ്ചയോടെ മാറ്റങ്ങളോടെയുള്ള പതിപ്പ് പ്രദർശനത്തിനെത്തിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ചിത്രം മുറിച്ചു മാറ്റാതെ കാണണമെന്ന ആഗ്രഹമാണ് തിയേറ്ററിലെ വൻ തിരക്കിന് കാരണങ്ങളിലൊന്ന്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താല്പര്യത്തോടെ ചിത്രം കാണാനെത്തുന്നവരുമുണ്ട്. എമ്പുരാൻ അനുകൂലികളും പ്രതികൂലികളും എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോർവിളികൾ ശക്തമാണ്. റീസെൻസർ പതിപ്പെത്തുന്നതോടെ രണ്ട് വിഭാഗവും ചിത്രത്തെ കൈവിടുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് 18 കോഴിക്കോട്. ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ച് പോരാടാം. ലഹരി വ്യാപനം ഒറ്റക്കെട്ടായി നേരിടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടിയും രക്ഷിതാവും അധ്യാപകരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന റീലുകൾ, സിനിമകൾ, സഭ്യേതര സംഭാഷണങ്ങൾ എന്നിവയിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തണം. ലഹരിക്കെതിരെ സർക്കാർ കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വ്യാപനത്തിനെതിരെ വിളിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയാൻ സർക്കാർ നടപടി കൊണ്ട് മാത്രം കഴിയില്ല. ലഹരിയെ വേരോടെ അറുത്തുമാറ്റാൻ സാമൂഹിക ഇടപെടലും വേണം. പ്രശ്നത്തെ കയ്യും കെട്ടി നിഷ്ക്രിയരായി നോക്കി നിൽക്കാൻ കഴിയില്ല. നാശത്തിലേക്ക് തള്ളിവിടാതെ തെറ്റുകൾ തിരുത്തി അവസാനത്തെ ആളെപ്പോലും രക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി. ഇവയെ വേരോടെ അറുത്തുമാറ്റുന്നതിന് ഭരണ നടപടികൾക്കൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെ ആവണം, ഇത് നമുക്ക് കൂട്ടായി ആലോചിച്ച് കണ്ടെത്താനാവണം. കുട്ടികൾ ലഹരിയിലേക്കും ആയുധങ്ങളിലേക്കും എത്തുന്ന സാഹചര്യം കണ്ടെത്തണം. മയക്കുമരുന്ന് മുതൽ അന്ധവിശ്വാസത്തിന്റെ ഓജോ ബോർഡുകൾ വരെ കുട്ടികളെ സ്വാധീനിക്കുന്നു. കുഞ്ഞു മനസ്സുകളിൽ അന്യതാബോധമുണ്ടാകുന്നു. കളിക്കാൻ പോലും കുട്ടികൾക്ക് സമയമില്ലാത്ത സാഹചര്യം. ഇത് മയക്കുമരുന്ന് ഏജന്റുമാർ മുതലെടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ലഹരിയെ പ്രതിരോധിക്കാൻ അഭിപ്രായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു പദ്ധതി സർക്കാർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ കാലത്തിനനുസരിച്ച് അധ്യാപനത്തിലും മാറ്റങ്ങൾ ആവശ്യമില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക്, വല്ലാത്ത തരത്തിലല്ലേ. ഈ സ്ട്രെസ് ആകെ നീങ്ങി കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിന്റെ ജുംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനും അത് നല്ല എക്സസൈസ് ആണല്ലോ. നല്ല നിലക്ക് ആ പരിപാടി നടത്താനും അതിന് പാട്ടിന്റെ സൗകര്യം, സൗണ്ട് സിസ്റ്റം ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അപ്പൊ ആ സിസ്റ്റം വെച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല ഹരത്തിലായിരിക്കും. അധ്യാപകരും തയ്യാറാവണം. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് ആളുകൾ ലഹരിക്കെതിരായ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുടെ കീഴിലായിരിക്കും സർക്കാർ ലഹരിക്കെതിരെ കർമ്മപദ്ധതി തയ്യാറാക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി എളമക്കരയിൽ വൻ ലഹരി വേട്ട. വീട്ടിൽ സൂക്ഷിച്ച 500 ഗ്രാം MDMA-യുമായി പൊന്നാനി സ്വദേശി പിടിയിലായി. ആലുവയിൽ 47 ഗ്രാം MDMA-യും പിടിച്ചു. പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതികളെ പിടിച്ചത്. ഇന്ന് പുലർച്ചെ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പൊന്നാനി സ്വദേശി മുഹമ്മദ് നിഷാദ് പിടിയിലായത്. എളമക്കരയിലെ വീട്ടിൽ നിന്ന് 500 ഗ്രാം MDMA കണ്ടെത്തി. മുഹമ്മദ് നിഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ നഗരത്തിൽ ലഹരി എത്തിക്കുന്ന മൊത്തക്കച്ചവടക്കാരനാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലഹരിയുടെ ഉറവിടമറിയാൻ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ആലുവയിൽ മുട്ടം മെട്രോ ലോഡ്ജിന് സമീപമായിരുന്നു രണ്ടാമത്തെ ലഹരിവേട്ട. കൊച്ചി ഡാൻസ് ഓഫും ആലുവ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വൈപ്പിൻ ഓച്ചന്തുരുത്ത് പുളിക്കൽ വീട്ടിൽ ഷാജിയെ പിടികൂടി. ഇയാളുടെ പക്കൽ നിന്ന്
47 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരിക്കെതിരെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പരിശോധനകൾ തുടരുകയാണ്. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 117 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 128 പേരാണ് അറസ്റ്റിലായത്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറത്തെ എയ്ഡ്സ് സ്ഥിരീകരണത്തെ തുടർന്നുള്ള സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യ പ്രവർത്തകർ. സാധാരണ പരിശോധനകളെ തുടർന്ന് വ്യക്തമാകുന്ന രോഗസ്ഥിരീകരണം ജില്ലയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ്. ആശങ്ക ഉണ്ടാക്കുന്ന വിധം വാർത്തകൾ പ്രചരിക്കുന്നത് തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്നും ഇവർ വിശദീകരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം എയ്ഡ്സ് നിർമ്മാർജ്ജന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജൻസിയാണ് സുരക്ഷ. രോഗസ്ഥിരീകരണമുണ്ടായ മേഖലയിലും ഇവർ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ലഹരിമരുന്ന് കുത്തിവയ്പ്പിലൂടെ എയ്ഡ്സ് പടർന്നത് ഇതുവരെ അഭിമുഖീകരിക്കാത്ത സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിലെ അവസ്ഥ ആശങ്ക ഉണ്ടാക്കുന്നതല്ല. മലപ്പുറത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ എയ്ഡ്സ് പടർന്നു പിടിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ തെറ്റാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഏതു മേഖലയിൽ പരിശോധന നടത്തിയാലും ഇതുപോലെ ഫലങ്ങൾ ലഭിക്കുമെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ഇതിലുമാത്രം നമ്മൾ മലയാളീസ് അല്ല, നമ്മൾ അതിന്റെ ഡാറ്റ എടുത്ത് നോക്കിയാൽ മലയാളികളല്ല കൂടുതൽ. ഇതിൽ കൂടുതൽ ഇതര സംസ്ഥാന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും ഉണ്ട്, എല്ലാ കാറ്റഗറിയും. ഇത് പല സ്ഥലങ്ങൾ മാറി മാറി വരുന്നുണ്ട്. നമ്മൾ ആളുകൾ ഫീൽഡിൽ ഇത്തരം ആളുകളുടെ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് അതിന്റെ പുറകെ പോയി നമ്മൾ ഇവരെ കൃത്യമായി ട്രേസ് ചെയ്യാൻ പറ്റിയോണ്ടാണ് ഇത്രയും കേസുകൾ നമുക്ക് കിട്ടിയത്. മലപ്പുറത്ത് എയ്ഡ്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യം നിലവിലില്ല. ജില്ലയിലെ സാധാരണ പരിശോധനകളിൽ നിന്ന് ലഭ്യമാകുന്ന കണക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ്. മലപ്പുറം ജില്ലയിൽ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രിവലൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ പ്രിവലൻസ് റേറ്റ് പറഞ്ഞാൽ 0.3 സംതിങ് വരുന്നുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ 0.1 വരുന്നുള്ളൂ, അതിന് താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആയ ജില്ലയിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. എയ്ഡ്സ് സ്ഥിരീകരിച്ച വാർത്ത പുറത്തു വന്നത് തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി തീർക്കുന്നുണ്ട്. മുൻപ് നടപടികളോട് സഹകരിച്ച പലരും ഇപ്പോൾ വിമുഖത കാണിക്കുകയാണ്. അടുത്ത ആഴ്ച പ്രദേശത്ത് താഴെത്തട്ടിൽ സർവേകളും പരിശോധനകളും വീണ്ടും ആരംഭിക്കുമെന്നും സുരക്ഷാ അധികൃതർ വ്യക്തമാക്കുന്നു. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്ക ശ്രേഷ്ഠ മോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം ബാവയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും സഭാകേന്ദ്രമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ലബനനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം കേരളത്തിലേക്കെത്തിയ ശ്രേഷ്ഠ ഭാവയ്ക്ക് ആവേശോജ്വല വരവേൽപ്പാണ് വിശ്വാസികൾ നൽകിയത്. സഭയിലെ മെത്രാപ്പോലിത്തമാരും സഭാ ഭാരവാഹികളും വർക്കിംഗ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വൈദികരും വിശ്വാസികളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിയ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയെ നെടുമ്പാശ്ശേരിയിലെ സ്വീകരണത്തിനു ശേഷം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലേക്ക് ആനയിച്ചു. ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ കബറടങ്ങിയിരിക്കുന്ന സെയിന്റ് അത്തനീഷ്യസ് കത്തീഡ്രലിൽ വൈകിട്ട് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. എബ്രഹാം മാർ സെവേറിയോസ് മെത്രാപ്പോലീത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. പാത്രിയാർക്കീസ് ബാവയുടെ പ്രതിനിധിക്കൊപ്പം സഭയിലെ മുഴുവൻ മെത്രാപ്പോലിത്തമാരും സഹകാർമ്മികരായിരുന്നു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി യാക്കോബായ സഭാ വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പുത്തൻകുരിശിലെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്തിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രതി ചേർക്കുമെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ്. മേഘയുടെ വീട് സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയം ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അറിയിച്ചു. വിവാഹം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് മലപ്പുറം സ്വദേശിയായ സുഗാന്ത് പിന്മാറിയതാണ് മേഘയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരിക്കുമ്പോൾ 80 രൂപ മാത്രം അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മേഘയെ സുഗാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മലപ്പുറം എടപ്പാളിലെ വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുകയാണ്. ഫോണും സ്വിച്ച് ഓഫ് ആണ്. മേഘയുടെ ബാങ്ക് അക്കൗണ്ടും ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ചു. മരിക്കുന്നതിന് മുൻപുള്ള ദൈർഘ്യമേറിയ കോൾ സുഗാന്തിന്റേതാണെന്ന് പോലീസ് പറയുന്നു. അതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പത്തനംതിട്ടയിലെ വീട്ടിലെത്തി മേഘയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു.
കുട്ടിയുടെ അച്ഛനും ബന്ധുക്കളുമൊക്കെ പറഞ്ഞത് കേട്ടു, മനസ്സിലാക്കി. അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് പരക്കെയുള്ള എല്ലാവരുടെയും സംശയം തന്നെയാണ്. സെൻട്രൽ IBയിൽ അതിനൊരു ഫാസ്റ്റ് ഡ്രൈവ് മൊഡാലിറ്റി എന്താണെന്നുള്ളത് അമിത്ഷാജിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് അവിടുന്ന് ഒരു നീക്കം ആണ് ഒരുപക്ഷെ ഓവർ റൂൾ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് നമുക്ക് നോക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം റെയിൽവേ പാളത്തിൽ മേഘയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18. അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത അതേ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റൊരു ഗാർഹിക പീഡന വെളിപ്പെടുത്തൽ കൂടി. മദ്യത്തിന് അടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിക്കുന്നത് 47-കാരി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വീടിനുള്ളിലെ അക്രമത്തിന്റെ ദൃശ്യങ്ങളും ന്യൂസ് 18 കിട്ടി. ഷൈനി അന്തസ്സുള്ള പെണ്ണാണെന്നും അതുപോലെ ആത്മഹത്യ ചെയ്യാനാണ് ഭർത്താവ് ജോമോൻ പറഞ്ഞതെന്നും വീട്ടമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിദേശത്ത് വർഷങ്ങളായി കുടുംബത്തിനു വേണ്ടി ജോലി ചെയ്ത വീട്ടമ്മയ്ക്കും 2 പെൺമക്കൾക്കുമാണ് ഭർത്താവ് പേരൂർ സ്വദേശി ജോമോന്റെയും ഭർത്തൃമാതാവ് മറിയാമ്മ ജോണിന്റെയും ക്രൂരത നേരിടേണ്ടി വന്നത്. ജോമോൻ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടതാണ് സാമ്പത്തികം. അത് മൊത്തം അവരെടുത്തു. പിന്നെ ഷട്ടർ സമാധാനമായിട്ടുള്ള അതില്ല. അവിടെ ഞങ്ങൾ താമസിക്കുന്നു എന്നേ ഉള്ള ഒരു മുറിക്കകത്ത്. പരാതിയെ തുടർന്ന് ഇരുവരെയും ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കോടതി ഉത്തരവ് പ്രകാരമാണ് വീട്ടമ്മ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്നത്. ഈ സമയത്താണ് മാതാവിന്റെ പീഡനം. ചൂടുകാലത്ത് വൈദ്യുതി വിച്ഛേദിച്ചും ഉപദ്രവിക്കും. ഇത് ചോദ്യം ചെയ്തപ്പോൾ തെറി പറഞ്ഞുകൊണ്ടായിരുന്നു മാതാവിന്റെ മർദ്ദനം. എന്നെ മോളെ ഒരു റൂമിലേക്ക് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് DV ഒക്കെ കിട്ടിയതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. എന്നും വഴക്കുണ്ടാകുന്നു. അന്ന് വന്ന് കറണ്ട് ഓഫ് ചെയ്യും അമ്മ. 19-കാരിയായ മൂത്ത മകളെയും പിതാവ് വെറുതെ വിട്ടില്ല. പിതാവിന്റെ മർദ്ദനത്തിൽ കഴുത്തിന് മുറിവേറ്റു. ഇക്കാര്യങ്ങൾ പെൺകുട്ടി തന്നെ വ്യക്തമാക്കുന്ന വീഡിയോയും ന്യൂസ് 18 ലഭിച്ചു. This is a daily routine. I got bruises all over my neck. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ലോൺ അടയ്ക്കാതിരുന്നപ്പോൾ ഭർത്തൃമാതാവ് വീട്ടമ്മയോട് പറയുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. പണം കിട്ടാത്തതിൽ മറിയാമ്മ ജോൺ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഞാനെ വിളിക്കാൻ കാരണം എന്നറിയാവോ, ജോമോനൊന്നും ബാങ്കിൽ പെട്ടി ലോൺ അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ അടച്ചില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ മാസം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ലോൺ അടയ്ക്കാനല്ലേ നീ പോയത് തന്നെ അല്ലേ? നീ എന്നോടോ ജോമോനോടോ വൈരാഗ്യം പിടിച്ചിട്ട് ലോൺ അടയ്ക്കാതിരുന്നത് ശരിയല്ല. ക്രൂരമായ മർദ്ദനം നേരിട്ടിട്ടും കോടതി നടപടികൾ വൈകുന്നത് വീട്ടമ്മയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഷൈനിയെ പോലെ ആത്മഹത്യ ചെയ്തുകൂടെ എന്നാണ് വീട്ടമ്മയോട് ഭർത്താവിന്റെ ചോദ്യം. ഷൈനിയുടെ സംഭവം ഉണ്ടായതിനു ശേഷം പറയുന്നത് ഷൈനിയെ കണ്ട അന്തസ്സുള്ള പെണ്ണാണ്, അവളെ പോലെ പോയി നീ കൊച്ചുമായിട്ട് വല്ല ട്രെയിനിന്റെ അടിയിൽ പോയി. ജോമോനും ജോമോന്റെ അമ്മയുമാണ് പറയുന്നത് കേട്ടോ ഇത്. എന്നെ പക്ഷെ ഇപ്പോഴും എന്റെ അവസ്ഥ ഏകദേശം ഷൈനിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാണ് അവരെന്നെ. കയ്യിലുള്ളതെല്ലാം കവർന്നെടുത്ത ശേഷമാണ് ഇത്രയും വലിയൊരു ക്രൂരത ഈ വീട്ടമ്മയോട് ഫലത്തിൽ കാണിക്കുന്നത്. എന്ത് പരിഹാരമാണ് സർക്കാരിന് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കൊക്കെ ഇത്തരം മനുഷ്യരെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. ഇന്ത്യയുടെ അനശ്വരമായ സംസ്കാരത്തിന്റെയും ആധുനികവൽക്കരണത്തിന്റെയും വടവൃക്ഷമാണ് RSS എന്ന് പ്രധാനമന്ത്രി. 12 വർഷത്തിന് ശേഷം RSS ആസ്ഥാനത്തെത്തിയ മോദി ഗോൾവാൾക്കറുടെ സ്മരണയ്ക്കായുള്ള മാധവ് നേത്രാലയ പ്രീമിയം സെന്ററിന്റെ തറക്കല്ലിടലും നിർവഹിച്ചു. RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെയും MS ഗോൾവാൾക്കറിന്റെയും സ്മൃതി മന്ദിരത്തിലും മോദി പുഷ്പാർച്ചന നടത്തി. ലക്ഷക്കണക്കിന് സ്വയം സേവകർക്ക് പ്രചോദനമാണ് ഇരുവരുമെന്ന് മോദി സന്ദർശക പുസ്തകത്തിൽ കുറിച്ചു. RSSുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബന്ധം ഉലഞ്ഞിരുന്നു. മ്യാൻമാർ ഭൂകമ്പത്തിൽ മരണം 1600 കടന്നു. 3408 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്.
ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിലെ ശക്തമായ ഭൂകമ്പമാണ് മ്യാൻമാറിലുണ്ടായതെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. മ്യാൻമറിലും തായ്ലാന്റിലും കനത്ത നാശം വിതച്ച ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇരു രാജ്യങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഭൂചലനം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഉടനൊന്നും കരകയറില്ല മ്യാൻമർ. രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയെയാണ് ഭൂകമ്പം കൂടുതൽ ബാധിച്ചത്. മാൻഡലെ നഗരം ഇരുട്ടിലാണ്. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും സജീവം. വൈദ്യുതിയില്ലാത്തത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട്. 133 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ത്യ, ചൈന, റഷ്യ, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങൾ മ്യാൻമറിന് സഹായവുമായെത്തി. ഇന്ത്യയുടെ മിലിറ്ററി എയർക്രാഫ്റ്റും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യ അയച്ച 118 അംഗ മെഡിക്കൽ സംഘവും മ്യാൻമറിലെത്തി. 40 ടൺ ഭക്ഷ്യവസ്തുക്കളും മരുന്നും ഇന്ത്യ എത്തിച്ചു. മ്യാൻമറിലെ മാൻഡലയ്ക്കടുത്തുള്ള പ്രദേശമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും ഭൂകമ്പത്തിന് പിന്നാലെ 12ഓളം തുടർചലനങ്ങൾ ഉണ്ടായതായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ബാങ്കോക്കിലെ മരണസംഖ്യ 17ആയി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തയിലേക്ക്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ നിർദ്ദേശം സ്വീകരിച്ചതായി ഹമാസ്. 2 ദിവസം മുൻപ് നടന്ന ചർച്ചകൾ ആശാവഹമായിരുന്നുവെന്നും അംഗീകരിക്കുന്നുവെന്നും ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ വ്യക്തമാക്കി. അമേരിക്കയുമായി സഹകരിച്ച് നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് ഇസ്രയേലിന്റെ പ്രതികരണം. ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടികൂടിയ 5 ബന്ദികളെ കൂടി മോചിപ്പിക്കാമെന്നതാണ് വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥ. ഓരോ ആഴ്ചയും ഒരാളെ വീതമെന്ന നിലയിലായിരിക്കും മോചിപ്പിക്കുകയെന്നാണ് റിപ്പോർട്ട്. കരാറിനെ ഇസ്രായേൽ അട്ടിമറിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും ഹമാസ് നേതാവ് പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് നേരെ വധശ്രമമെന്ന് റിപ്പോർട്ടുകൾ. പുടിന്റെ വാഹനത്തിന് തീപിടിച്ചു. മോസ്കോയിലെ FSB ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വെള്ളിയാഴ്ചയാണ് സംഭവം. വാഹനം പൊട്ടിത്തെറിക്കുകയും പിന്നാലെ തീപിടിക്കുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. വൻ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാർ അപകടത്തിൽപ്പെട്ടതിൽ ദുരൂഹതയുണ്ട്. മനുഷ്യനിർമ്മിത അപകടമാണെന്നാണ് വിലയിരുത്തൽ. കുട്ടി ക്രിക്കറ്റ് പൂരം തുടരുന്നു. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 164 റൺസ് വിജയലക്ഷ്യം. 41 ബോളിൽ 74 റൺസ് എടുത്ത അങ്കിത് വർമ്മയാണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ ഡൽഹിക്ക് വേണ്ടി ഡുപ്ലെസ് അർദ്ധ സെഞ്ചുറി നേടി. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ചെന്നൈയും രാജസ്ഥാനും തമ്മിലാണ് പോരാട്ടം. ആദ്യ 2 കളികളിലും തോൽവി ഏറ്റുവാങ്ങിയ രാജസ്ഥാൻ നിലവിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. അതേസമയം ബാറ്റർമാരുടെ ഫോമില്ലായ്മയാണ് ചെന്നൈയുടെ തലവേദന. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8360, പവന് 66,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8360, പവന് 6000 ഗ്രാമിന് 6900, പവന് 55,200. വെള്ളി ഗ്രാമിന് 111, കിലോയ്ക്ക് 1,11,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.